ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഉറപ്പായിരുന്നു. എവിടെ സ്ഥലം ആ ഹെൽത്ത് സെൻ്ററിനകത്ത് ഒരു ഹാള് അന്നുണ്ടായിരുന്ന വാർഡ് മെമ്പർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ഈ വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു 10-12 മെഷീനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് വിമൻ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹോളാണ്. ഇവിടെ വന്ന് അമ്മ ഇതെല്ലാം ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് തന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ സന്മനസ്സും താഴ്മയൊന്നും വേണ്ട, നടപടി ചെയ്യണം മാത്രമല്ല നിങ്ങളെ കൊണ്ടുവരട്ടെ. നടപടി നടപടി എന്ന് വെച്ചാൽ ഇവിടെ ആ ഹോള് അടുത്ത അംഗൻവാടിയിലുള്ള അത് അവർ ആ ഹോളും കൂടി കൈകയറിയിരിക്കുകയാണ്. മുമ്പ് അങ്ങനെയാണ്, അത് കൂട്ടിയിടാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അംഗൻവാടി കെട്ടിടമുണ്ട്. അവിടെ കൂടാത്തത് അവിടെ പോരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഞങ്ങൾക്ക് ആശ്രയം നടത്താനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായില്ല. അതുപോലെ തന്നെ സാർ വന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നടത്താൻ ഒരു നിവൃത്തിയില്ല. അവിടെ ആരും കഴിക്കില്ല. അതുപോലെ ഉള്ളിലോട്ടായി 10 കമ്പ്യൂട്ടർ വെച്ചാൽ കോർപ്പറേഷൻ്റെ അല്ലാതെ ഉള്ളൂർ സ്മാരക ഗ്രന്ഥശാലയിൽ ഞങ്ങൾ അത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥകളുടെ ഏതെങ്കിലും ബിൽഡിംഗ് കണ്ടുപിടിച്ചിട്ട് അലോട്ട് ചെയ്യണമെന്നോ ഞാൻ കണ്ടാം. അല്ലാതെ വേറെ ആദ്യം ഓണർഷിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ഇടാൻ പറ്റില്ല. ഇത് മുടമുള്ള മോച്ചോണ്ട മോച്ചോണ്ട സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ലീവ് എടുത്ത് പോയിട്ട് വിളിച്ചു. നിങ്ങൾക്ക് വരാനാണ് ഇപ്പോൾ പുറത്താണ്. വല്ലപ്പോൾ വന്ന് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ട് എവിടെ താമസിക്കുന്ന ഒന്ന് എമാർക്ക് വന്നിട്ട് പറഞ്ഞിട്ട് ലീവ് എടുക്കുക. ലീവ് എടുത്തിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് വിളിച്ചു. വേറെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ക്ലീൻ ചെയ്യാം. ഞാൻ പഠിച്ചു അല്ല ആക്ച്വലി അമ്മയുടെ ഒരു 60 പൈസ എല്ലാം നമ്മൾ മൂലാധാരമുണ്ട്. തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ വളരെ വലിയ സന്ദേശം നൽകുന്ന ഒരുപാട് In Trandam, Frida is headed by. So which means he has. Thank you so much, sir. ആദ്യനായ മേയർ VV രാജേഷ് സാറാണ്. ഒരുപാട് തിരക്കുകളിൽ നിന്ന് ഇന്നത്തെ ഈ ദിവസം ഇവിടേക്ക് മാറ്റിവെച്ച് സാർ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്തിന്റെ ഹൃദയം കീഴടക്കി മുന്നോട്ട് ജൈത്രയാത്ര തുടരുകയാണ്. തിരുവനന്തപുരത്തിന്റെ 47ാമത്തെ മേയറാണ്.
തിരുവനന്തപുരം ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന സെക്രട്ടറിയായൊക്കെ നമ്മൾ സ്ഥിരമായി TV കാണുന്ന മുഖമാണ്. പഠിച്ച വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഏറെ സന്തോഷപൂർവ്വം VV രാജേഷ് സാറിനെ സ്വാഗതം ചെയ്യും. തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നേതാവെന്നുള്ള ചിന്തയോ ചർച്ചയോ ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ മുൻനിർത്തി പ്രവർത്തനം ആരംഭിച്ചത്. ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നു. വലിയ വലിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, ചെറിയ ലക്ഷ്യമല്ല. ഒരുപക്ഷെ കേൾക്കുമ്പോഴേക്കും ഇത്രയൊക്കെ ആവാമെന്ന് ചോദിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പട്ടണമാകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള പട്ടണമാണ് തിരുവനന്തപുരം എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചത്. അതിന് ഒരു പൂർവ്വ പൂന്തോട്ടം എന്ന് പറയുന്നത് പോലുള്ള പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും, ആരാധനായ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവസാനം എയർപോർട്ടിൽ ലാസ്റ്റിൽ വന്ന ദിവസവും തിരുവനന്തപുരത്തിൻ്റെ വിശേഷങ്ങളാണ് അദ്ദേഹം നേരിട്ട് ആദ്യം ഇറങ്ങിയ ഉടൻ തന്നെ ചോദിച്ചത്. പ്രധാനമന്ത്രി തന്നെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പട്ടണമാണ് തിരുവനന്തപുരം എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗം പിന്തുണയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ വരാൻ വേണ്ടി കുറച്ച് കൂടുതൽ വൈകി. ദിഗ്വിജി 5-6 തവണ വിളിച്ചിരുന്നു. നമ്മുടെ ഐശ്വര്യ ഹോട്ടലിൻ്റെ പഴവങ്ങാടിയിൽ നിന്നും വരുന്ന ആയിട റോഡ്, പവർ ഹൗസ് ഭാഗം, തമ്പാനൂരൊക്കെ തന്നെ 3 ഹിറ്റാച്ചിയും JCBയും ഒക്കെ ടിപ്പറും ഒക്കെ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. കോൺട്രാക്ടർമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആറുകളിൽ കിടക്കുന്ന, ഈ തോടിലൊക്കെ കിടക്കുന്ന, നദികളിൽ കിടക്കുന്ന മാലിന്യം നമ്മൾ ആരൊക്കെയോ വലിച്ചെറിഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്നും കൊണ്ടുപോകുന്നവർ വലിച്ചെറിഞ്ഞ മാലിന്യം വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത് പരമാവധി മാറ്റിയില്ലെങ്കിൽ ഏത് സമയം പെയ്യാൻ കാത്തിരിക്കുന്ന മഴ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രതിസന്ധി. ഈ മാറ്റിയാലുണ്ടെങ്കിലും കൊണ്ട് നിക്ഷേപിക്കണമല്ലോ ഇതിന്. അപ്പോൾ പകൽ പറ്റില്ല. അങ്ങനെ രാത്രി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വെളുപ്പിന് 3 മണി 4 മണി വരെ ഈ പ്രോസസ്സിൻ്റെ പുറകിലാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ തന്നെ ജനങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനം, തെരുവ് നായ്ക്കൾ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ച് ഷെൽട്ടറിലാക്കുമെന്നാണ്. ജയിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ആൾക്കാർ ചോദിക്കുകയാണ് എന്നാണ് ഇതിലേക്ക് പിടിച്ചോണ്ട് പോകുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ചർച്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പോയി വന്നിട്ട് സ്ഥലം കണ്ടിരുന്നു. 8 മണിക്ക് അതിൻ്റെ ആൾക്കാർ ഓഫീസിൽ വരും. അങ്ങനെയുള്ള കുറച്ച് തയ്യാറെടുപ്പുകളായിരുന്നു. ഞാനിത് ഇവിടെ സൂചിപ്പിച്ചത്, ഏതൊരു നഗരവും മികച്ച നഗരമായി ആ നഗരത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണം. ആര് സഹായിക്കാനൊക്കെ തയ്യാറായാലും നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതൊക്കെ തന്നെ ഗുണകരമായി ഭവിക്കുകയില്ല. കഴിഞ്ഞ 3.5 മാസമായി ഞങ്ങളുടെയൊക്കെ തന്നെ നല്ലൊരു ശതമാനം എനർജിയും ഈ പ്രതിസന്ധികൾ പരിഹരിക്കുക, ഡേ ടു ഡേ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നുള്ളതിൽ വേണ്ടിയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ വീടുകൾ, ഫ്ലാറ്റുകൾ വാങ്ങുന്നുണ്ടാകാം. അവിടെ മനസ്സമാനമായി, സന്തോഷമായി, സുഖകരമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട് നന്നായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ള പ്രശ്നം. ഫ്ലാറ്റുകളിലൊക്കെ തന്നെ ഞങ്ങൾ ടാങ്കറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം എത്തിച്ചാലും ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് മുകളിലേക്ക് കയറുന്നില്ല. ഇത് തിരുവനന്തപുരം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂയാണ്. ഞാൻ സമരം ചെയ്തിട്ടുണ്ട് വെള്ളം കിട്ടാൻ വേണ്ടി. പക്ഷെ മേയറായതിനു ശേഷം എന്താണ് അതിൻ്റെ ആക്ച്വൽ പ്രശ്നമെന്ന് പഠിച്ചപ്പോഴാണ് ദീർഘവീക്ഷണത്തോടെ ഇപ്പോഴെങ്കിലും അത് കൈകാര്യം ചെയ്താലേ ഒരു 3 വർഷം കഴിയുമ്പോഴെങ്കിലും ഇഷ്യൂ പരിഹരിക്കപ്പെടുള്ളൂ. 1000 ലിറ്റർ വെള്ളം അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവന്നാൽ അതിൽ 600 ലിറ്റർ വെള്ളം മാത്രമേ ശുദ്ധീകരണ പ്ലാന്റിൽ എത്തുന്നുള്ളൂ. 400 ലിറ്റർ വെള്ളം ഭൂമിക്കടിയിൽ ലീക്കായി പോവുകയാണ്. ഈ 600 ലിറ്റർ വെള്ളം പ്ലാന്റിൽ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളയമ്പലത്ത് ശുദ്ധീകരിച്ചാൽ അത് കഴക്കൂട്ടത്തോ കുളത്തൂരോ കാട്ടായിക്കുളത്തോ ഒക്കെ എത്തുമ്പോഴേക്കും അതിൽ നിന്നും വീണ്ടും 40% ചോരും. അപ്പോൾ അരുവിക്കരയിൽ നിന്ന് വരുന്നതിൻ്റെ എത്ര വെള്ളമാണ് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു 30-35% വെള്ളം മാത്രമേ എത്തുന്നുള്ളൂ. ഇതാണ് ആക്ച്വൽ പ്രശ്നം. ഇതിന് നമ്മൾ ഭൂമിക്കടിയിൽ ഇട്ടപ്പോഴേക്കും ഒരുപക്ഷെ മിനിമം പറയുന്ന സ്പെസിഫിക്കായിട്ടുള്ള ക്വാളിറ്റി പാലിച്ച് ആടുകയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ദീർഘവീക്ഷണത്തോടെ പരിഹരിച്ചാൽ മതി. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ 40 വർഷം മുമ്പ് ആരംഭിച്ചതാണ്, ഇപ്പോഴും തുടങ്ങിയെടുത്തേക്ക് നിൽക്കുകയാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം നമ്മുടെ അനന്തമായ സാധ്യത, പ്രശ്നങ്ങൾ പരിഹരിച്ച് തീരുന്നവരെ കാത്തിരിക്കാൻ സമയമില്ല, നമ്മുടെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ ഭരണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു,
കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും കുറച്ച് ഉദ്യോഗസ്ഥരും ചേർന്നിരുന്ന് തീരുമാനമെടുക്കുന്നതിന് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായി നിന്നുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇതിപ്പോൾ ബിജു പ്രഭാത് സാറുമായി ഞാൻ 2 മണിക്കൂർ അദ്ദേഹം എൻ്റെ ഓഫീസിൽ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്നു. തിരുവനന്തപുരത്ത് 1970 മുതൽ പഞ്ചസമനായിട്ട് ഒരുപാട് നൂതന ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇവരുമായിട്ട് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നു. ഇനി നിങ്ങളിലേക്കും ഒക്കെ തന്നെ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പ് തരാം, 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പട്ടണത്തിൽ ജീവിക്കുന്നവർ എന്നുള്ള അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തരുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അതിന് നിങ്ങളുടെ ഭാഗത്തുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആർക്കോളിനോട് പറയുവാനുള്ളത്, ഏറ്റവും കൂടുതൽ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർ, അത് ഏത് ബിസിനസ് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുള്ള ഏത് രംഗത്തായാലും അവരേറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം. ഗവൺമെൻറ്റാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്. കാരണം മണി സർക്കുലേഷൻ സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രമേ എപ്പോഴും ആ സമൂഹം എനർജറ്റിക്കായിട്ട് നിൽക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ പരിശ്രമത്തിലും ഞങ്ങളുണ്ടാവും. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ ഇന്ന് താക്കോൽ കൈപ്പറ്റുന്ന, ജീവിക്കുന്ന, താമസിക്കാൻ പോകുന്ന ആ ഭവനത്തിന് എല്ലാവിധ നല്ലൊരു ജീവിതം ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. All right, and this is launched for doing this launch. Thank you so much once again. All right, so photographers and requesting both of you to please. രീതിയിൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ബെസ്റ്റ് ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യണം പ്ലീസ്. All right, so നമ്മുടെ അടുത്ത അപ്പാർട്ട്മെന്റ് നമ്പർ 1 പ്രസിദ്ധ മെമ്പർ. സോ എല്ലാവരും ഒരു വലിയ കയ്യിൽ നൽകണം, because he is the backbone of our own corporation Trivandrum, our own honorable mayor Rajesh sir. So thank you so much sir for your presence. Yes.